സുഹൃതാഭ്യാസത്തെയും ത്യാഗത്തെയും വിശുദ്ധിയെയും ഒക്കെ സാങ്കേതികതയുടെ, നിർമ്മിത ബുദ്ധിയുടെ, ആധുനികതയുടെ അതിപ്രസരത്താൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുകൊണ്ടിരിക്കുന്ന പുരാവസ്തുക്കളെ പോലെ കത്തോലിക്കർ പോലും കണക്കാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദൈവസാന്നിധ്യത്തിന്റെ കയ്യൊപ്പ് പതിപ്പിക്കപ്പെട്ട വിശുദ്ധ നാട് ലൂർദ്, ഫാത്തിമ, അസീസി, ലിസ്യു എന്നീ ദേശങ്ങളിൽ മാത്രമല്ല, കൊച്ചു കേരളത്തിന്റെ സ്വന്തം ഭരണങ്ങാനത്തും ദൈവാനുഗ്രഹങ്ങൾ തേടിയെത്തുന്ന ജനലക്ഷങ്ങൾ നമുക്ക് മുമ്പിൽ വിളിച്ചോതുന്നത് വിശുദ്ധി ഇന്നും പ്രസക്തമാണ് എന്ന അസന്നിഗ്ധമായ സത്യമാണ്. ജീവിതകാലത്ത് ആരുമറിയാതെ കന്യാമഠത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞ സിസ്റ്റർ അൽഫോൻസ മരണശേഷം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഭുവന പ്രശസ്തയായതിനു പിന്നിലെ നിഗൂഢ രഹസ്യം എന്തായിരിക്കാം? തിരുഹൃദയ സ്നേഹാഗ്നിജ്വാലയിലെ ഒരു തീപ്പൊരിയാകാൻ മാത്രം കൊതിച്ച് എളിമയോടെ വീരോചിതമായി നയിച്ച സുഹൃത ജീവിതം തന്നെ. ശിരസ് വേദനിക്കുമ്പോൾ ശരീരത്തിലെ അംഗപ്രത്യംഗങ്ങളും അതേ നോവ് അനുഭവിക്കുന്നത് പോലെ സഭയുടെ ശിരസായ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവ് സഭാ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ പരിത്യാഗപൂർണമായ ജീവിതം കൊണ്ട് നികത്തിയവരാണ് വിശുദ്ധ അൽഫോൻസയെ പോലുള്ള വിശുദ്ധാത്മാക്കൾ. വിശുദ്ധ അൽഫോൻസയുടെ ത്യാഗപൂർണമായ പുണ്യവഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. വല്യമ്മയുടെ ആത്മീയ ഉപദേശങ്ങളാലും മാതൃകയാലും പരിപോഷിപ്പിക്കപ്പെട്ട അന്നക്കുട്ടി സുഹൃത ജപങ്ങൾ ചൊല്ലിയും ആശയടക്കിയും വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിച്ചും യേശുവെന്ന ദിവ്യമണവാളനായി കുഞ്ഞു പ്രായത്തിലെ തന്നെ ഒരുങ്ങിത്തുടങ്ങി. തറയിൽ മണൽ വിരിച്ച സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇച്ചാച്ചനിൽ നിന്ന് തപസ്സിന്റെയും ഉപവാസത്തിന്റെയും പരിഹാരത്തിന്റെയും ജീവിതം അവൾ പഠിച്ചു. ആദ്യ കുർബാന ശേഷം ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നതും അവൾ പതിവാക്കി. സന്ധ്യാപ്രാർത്ഥനയിൽ മിക്കപ്പോഴും നേതൃത്വം നൽകിയത് അന്നക്കുട്ടിയായിരുന്നു. ഇച്ചാച്ചൻ തന്നെ അവളെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. ഒന്നോർത്ത് സമാധാനിക്കുക, എന്റെ കുഞ്ഞൊരു പ്രാർത്ഥിക്കുന്ന കുഞ്ഞാ. നിറയെ പൂക്കളുണ്ടല്ലോ, എന്തിനാ മോളെ ഇത്രയധികം പൂക്കള്? മെയ് മാസം തുടങ്ങുമല്ലേ, മാതാവിന്റെ വണക്കമാസം ഇന്ന് മുതൽ ചൊല്ലി തുടങ്ങണം. ഞാൻ വന്നിട്ട് മോള് വണക്കമാസം തുടങ്ങാവൂ. ശരി പെരപ്പ. പരമ്പരാഗത ക്രൈസ്തവ കുടുംബങ്ങളുടെ മുഖമുദ്രയായ തിരുഹൃദയ ഭക്തി, മാസവണക്കങ്ങൾ, പ്രത്യേകിച്ച് മെയ് മാസ ഭക്തി, ജപമാല എന്നിവയും ദൈവമാതൃഭക്തിയുടെ പ്രകടനമായി തിരുനാളുകളോടനുബന്ധിച്ച് അനുഷ്ഠിച്ച പ്രത്യേക ഭക്തകൃത്യങ്ങൾ, ശനിയാഴ്ച ഭക്തി, പ്രത്യേകിച്ച് ദൈവമാതൃസ്തുതിക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുക, അന്നേ ദിനം ഉപവിപ്രവൃത്തികൾ, ദാനധർമ്മം ഇവ ചെയ്യുക, വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാളിന് മുമ്പുള്ള 7 ബുധനാഴ്ചകളിലും മുടക്കം കൂടാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക, തിരുനാൾ ദിനം തിരുക്കുടുംബസ്തുതിക്കായി 3 അഗതികൾക്ക് ഭക്ഷണം നൽകുക, വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ആത്മാക്കളെ നേടാനായി ചെറിയ കാര്യം പോലും നിയോഗം വെച്ച് ചെയ്യുക, വിശപ്പില്ലെന്ന് പറഞ്ഞ് ഉപവാസം ഇരിക്കുക, നോമ്പ് നോക്കുക എന്നിവയെല്ലാം അടങ്ങിയതാണ് വീട്ടിലായിരിക്കുമ്പോൾ തന്നെ അന്നക്കുട്ടി സ്വരുക്കൂട്ടിയ പുണ്യങ്ങളുടെ പരിമളച്ചെപ്പ്. ത്യാഗങ്ങൾ ശീലിച്ചു തടങ്ങിയ അന്നക്കുട്ടിക്ക് സന്യാസ ഭവനത്തിൽ കൂടുതൽ തീഷ്ണതയിൽ ജ്വലിക്കാൻ മാത്രമല്ല, ഉള്ളവരുടെ സഹനങ്ങൾ ഏറ്റെടുക്കാനും അങ്ങനെ ക്രിസ്തുവിനെ പ്രതി അവിടുത്തെ പോലെ മറ്റുള്ളവർക്കും ലോകരക്ഷയ്ക്കുമായി സഹന ബലിവസ്തുവായി സ്വയം ഹോമിക്കാനും സാധിച്ചു. സഹൃദയരെ, സ്വാർത്ഥമായ കാര്യസാധ്യങ്ങൾക്കായുള്ള അപേക്ഷകളിലും സ്വയം പ്രദർശിപ്പിക്കാനുള്ള ഭക്തകൃത്യങ്ങളിലും പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ലൈക്ക് വർദ്ധിപ്പിച്ചും സ്റ്റാറ്റസ് പ്രകടമാക്കിയും കയ്യടി നേടാനുള്ള പരോപകാര പ്രവൃത്തികളിലും വേദപാഠ ക്ലാസ്സിലെ മാനുവൽ ബുക്കിൽ കേമനാകാൻ തയ്യാറാക്കുന്ന സുഹൃതങ്ങളുടെ കൃത്രിമ വിവരപ്പട്ടികയിലും അഭിമാനം കൊള്ളുന്ന ചിലരെങ്കിലും നമ്മുടെ ഇടയിലില്ലേ? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തോട്, കാൽവരിയിൽ ജീവത്യാഗം ചെയ്ത് സ്നേഹിച്ച ക്രൂശിതനാഥനോട് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നന്ദിയുടെയും സ്നേഹത്തിന്റെയും പ്രകടനമെന്നോണം സ്വമനസാലെ ചെയ്യുന്നവയാണ് പരിത്യാഗ പ്രവൃത്തികൾ. പുണ്യവും വിശുദ്ധിയും കാലഹരണപ്പെട്ടിട്ടില്ല എന്നും ഇന്ന് ഇക്കാലത്ത് അവയ്ക്ക് പ്രസക്തി വരേണ്ടത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെയാണ് എന്നുമുള്ള ബോധ്യത്തോടെ അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ എന്ന മത്സരബുദ്ധിയോടെ ചെറിയ ത്യാഗങ്ങളും ആശയടക്കങ്ങളും പരിഹാരങ്ങളും ചെയ്ത് നമുക്ക് ശീലിക്കാം. നാം ചെയ്യുന്ന ചെറുകാര്യം പോലും നിയോഗത്തോടെ ചെയ്യാം. പ്രാർത്ഥനയിൽ ആഴപ്പെടാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന് നമുക്കും പറയാം, സഹോദരരെ, നാം ഒന്നുമായിട്ടില്ല, നമുക്കിപ്പോൾ ആരംഭിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ സുഹൃതാഭ്യാസവും പുണ്യാഭിമുഖ്യവും അനുനിമിഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൃപയ്ക്കായി വിശുദ്ധ അൽഫോൻസയോട് മധ്യസ്ഥം യാചിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്ന് 51-ാം സങ്കീർത്തനം ഇന്നേ ദിനം നമുക്ക് ചൊല്ലാം.